إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك ميت وإنهم ميتون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ യഥാവിധി മേഖലകളിൽ പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും മഹബത്തും റിളയും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവിടുത്തെ വിയോഗത്തെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന സൂക്തങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചതും അത് സംബന്ധിച്ച് ചർച്ച ചെയ്തതും. റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും അതിൻ്റെ മുന്നോടിയായി തന്നെ പ്രവാചക വിയോഗത്തിൻ്റെ സൂചനകൾ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ആയത്തുകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കാണുവാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 30-ാം സൂക്തവും 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 34-35 സൂക്തങ്ങൾ, 3-ാം അധ്യായം സൂറത്തു ആലിമ്രാനിലെ 144-ാമത്തെ ആയത്ത്, 110-ാം അധ്യായം സൂറത്തു നസ്ർ 1 മുതൽ 3 വരെയുള്ള സൂറത്തിലെ മുഴുവൻ സൂക്തങ്ങൾ, 5-ാം അധ്യായം സൂറത്തുൽ മായിദയിലെ 3-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരണപ്പെടാനുള്ളതാണ് എന്ന് സഹാബികളെയും വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. ഇനി പ്രവാചകന്റെ തിരുവചനങ്ങളിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ തന്നെ പ്രവാചകന് മരണം ഒരു വെളിപ്പാടകലെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ നമുക്ക് കാണാവുന്നതാണ്. കാരണം പ്രധാനപ്പെട്ട പല സഹാബികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക്, തൻ്റെ രക്ഷിതാവിലേക്ക് ഞാൻ നീങ്ങാറായിട്ടുണ്ട്, പോകാനിരിക്കുകയാണ് എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി സൂചന കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള ചില ഹദീസുകൾ പ്രവാചകന്റെ വേർപാടുമായി ബന്ധപ്പെട്ട്
അതിൻ്റെ മുൻസൂചനകൾ ഹദീസുകളിലൂടെ വന്നത് ഇന്നത്തെ ഖുതുബയിലൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പ്രവാചകൻ യമനിലേക്ക് അയക്കുകയാണ്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ ലമ്മാ ബഅസഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ, യമനിലേക്ക് മുആദിനെ പ്രവാചകൻ അയക്കുന്ന സന്ദർഭം, ഖറജ മഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസിഹി, മുആദിന്റെ കൂടെ ചില വസിയ്യത്ത് ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് പ്രവാചകനും അങ്ങനെ മെല്ലെ പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന്റെ ഒട്ടകത്തിന്റെ അരികിലാണ്. മുആദ് റാക്കിബുൻ, ഒട്ടകപ്പുറത്തുമാണ്. പ്രവാചകൻ റസൂലുള്ളാഹി യംശി തഹ്ത റാഹിലതിഹി, ആ വാഹനത്തിന്റെ താഴെയാണ്. അഥവാ ഒരു നേതാവും അനുയാവും തമ്മിലുള്ള വിനയത്തിന്റെ ഏറ്റവും ഉന്നതമായ രംഗം നമ്മൾ അവിടെ കാണുകയാണ്. ഫലമ്മാ ഫറഗ ഫഖാൽ യാ മുആദ്, അങ്ങനെ മുആദിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകുകയാണ്. അതിന്റെ തുടക്കത്തിൽ കാണാം, ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ, മുആദ് ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം പിന്നെ നീ എന്നെ കണ്ടുമുട്ടണമെന്നില്ല. വലഅല്ലക അൻ തമറ ബിമസ്ജിദി ഹാദാ വഖബ്രി, നീ യമനിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ എൻ്റെ ഈ മസ്ജിദുൻ നബവിയുടെ സമീപത്തുകൂടി നിനക്ക് നടക്കാം, വഖബ്രി, അതല്ലെങ്കിൽ എൻ്റെ ഖബറിന്റെ ചാരത്തുകൂടി നീ സഞ്ചരിക്കുന്നവനായിരിക്കും. ഫബകാ മുആദ്, മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ജസ്അൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് ആലോചിച്ച് മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. സുമ്മ ഇൽതഫത, പ്രവാചകൻ തിരിഞ്ഞു. ഫഅഖ്ബല ബിവജ്ഹിഹി നഹ്വൽ മദീന, മദീനക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ, ഇന്ന ഔലൻ നാസ്, മനുഷ്യരിൽ ജനങ്ങളിൽ വിശ്വാസികളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അൽ മുത്തഖൂൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ്, ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കുന്നവരാണ്. മൻ കാനു വഹൈസു കാനു, അവർ ആരായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, മദീനയിലാകട്ടെ മദീനക്ക് പുറത്താകട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാകട്ടെ. അന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ മുന്നോടിയായി നൽകിയ ഉപദേശത്തിൽ പ്രവാചകന്റെ ആത്മമിത്രങ്ങളായി എക്കാലത്തും വിശ്വാസി സമൂഹത്തിലെ ആളുകൾക്ക് ആകുവാൻ കഴിയുന്നത് അൽ മുത്തഖൂൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ എന്നാ പറഞ്ഞത്. തഖ്വ മുആദ് റളിയല്ലാഹു അൻഹുവിനോടും നമ്മോടുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്തായി ഉപദേശമായി നൽകുകയാണ്. കാരണം തഖ്വയാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ആയുധവും ഇന്ധനവും എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠയാണ് എക്കാലത്തും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ, ആരാണോ അല്ലാഹുവിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ് എന്ന നിലക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നത് എങ്കിൽ, യജ്അൽ ലഹു മഖറജ, വ്യക്തിയാകട്ടെ ധർമ്മനിഷ്ഠ പാലിക്കുന്ന സമൂഹമാകട്ടെ ആരാകട്ടെ, അള്ളാഹു മഖറജ്, തുറവി നൽകുന്നതാണ്. മറ്റൊരായത്തിന്റെ അവസാനത്തിൽ ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. മറ്റൊരു സൂക്തം 78-ാം അധ്യായം സൂറത്തുൻ നബഇന്റെ അവസാന ഭാഗത്ത് ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കാണ് വിജയമുള്ളത് എന്നാണ്. വിജയത്തിൽ വിരാജിക്കുന്നതിന് വേണ്ടിയാണോ ആലോചനയും ആസൂത്രണവും നടത്തുന്നത് എങ്കിൽ അതിൽ മതത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തഖ്വയുണ്ടാകണം, ധർമ്മനിഷ്ഠയുണ്ടാകണം, അള്ളാഹുവിൽ ഭയഭക്തി ഉണ്ടാകണം, ഹറാമും ഹലാലും തിരിച്ചറിഞ്ഞ് ഹലാലിന്റെ പാതയിൽ ജീവിക്കുവാൻ കഴിയണം, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മഫാസ്, തീർച്ചയായും വിജയമുണ്ട് എന്നുള്ള അറിയിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂല് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുന്ന സമയത്ത് പറഞ്ഞ് പങ്കുവച്ചതിൽ പ്രവാചകന്റെ വേർപാടിന്റെ സൂചനയുണ്ട്. ഇനി അതേപോലെ തന്നെ തുടരെയുള്ള വഹീകൾ പ്രവാചക ജീവിതത്തിന്റെ അവസാന സമയത്ത് വരാൻ തുടങ്ങി. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നല്ലാഹ തആല താബ അലാ റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്റെ പ്രവാചകന് അള്ളാഹു വഹീ നൽകുകയാണ് തുടരെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്തേതിനേക്കാൾ അവസാന കാലത്ത് വഹീ കൂടുതലായി വരാൻ തുടങ്ങി. ഹത്താ തവഫാഹു, മരിക്കുന്നത് വരെ. അക്സറ മാ കാനൽ വഹീ, മുമ്പേ വഹീ നൽകപ്പെട്ടതിൽ ഉപരിയായിക്കൊണ്ട് തുടരെയുള്ള വഹീയും
പ്രവാചക വിയോഗത്തിന്റെ അടയാളമായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ പ്രതിവർഷം എല്ലാ വർഷത്തെയും റമളാനിൽ പ്രവാചകൻ അവസാനത്തെ 10 ദിനങ്ങളിൽ ഇഅ്തികാഫിലായി കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു എന്ന്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമളാന 10 അയ്യാമിൻ. വിശുദ്ധ റമളാനിൽ പ്രവാചകൻ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബിദ ഫീഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് പിടിക്കപ്പെട്ട വർഷമെത്തിയപ്പോ ഇഅ്തകഫ 20 യൗമൻ, പ്രവാചകൻ 20 ദിനം ആ വർഷം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന്. 20 ദിനം അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാനും കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ സൂറത്തുൻ നസ്റിന്റെ അവതരണത്തോടുകൂടി ജീവിതത്തിന്റെ ബാക്കി ഭാഗം ഇസ്തിഗ്ഫാറും ഹംദും തസ്ബീഹും ഒക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഊർജ്ജസ്വലമായി അടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ റമളാനിലെ 2 പത്തുകളെ 20 ദിനങ്ങളെ പ്രവാചകൻ വേർപെടുന്ന വർഷത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പതിവാണ് എല്ലാ റമളാനിലും പ്രവാചകന്റെ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുക, പ്രവാചകൻ കേൾക്കുക, അതൊന്ന് ചെക്ക് ചെയ്യുക എന്നത്. പ്രവാചകൻ വിട പറഞ്ഞ വർഷം ഇന്ന ജിബ്രീല കാന യുആരിദുനി അൽ ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിൽ നിന്ന് ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നു. കുല്ല സനത്തിൻ മറത്തൻ, എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിൽ നിന്ന് ഖുർആൻ മുഴുവനായി കേൾക്കും. വഇന്നഹു ആറദനിൽ ആമ മറത്തൈനി, എന്നാൽ ഈ വർഷം 2 തവണ എന്നിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ കേട്ടിരിക്കുകയാണ്. വലാ അറാഹു ഇല്ലാ ഹളറ അജലി, ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ് പറയുന്നത്, മകളോട്, ഫാത്തിമ, എന്നാൽ ഈ വർഷം 2 തവണ എന്നിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ കേൾക്കുകയാണ്. അത് എന്നെ അറിയിക്കുന്നത് എന്റെ അജലി, എന്റെ അവധി എത്തിയിരിക്കുന്നു ഫാത്തിമ എന്ന് മകളോട് പ്രവാചകൻ പങ്കുവെക്കുകയാണ്. അതേപോലെ തന്നെ വഹീന്റെ തുടർച്ചയായിട്ടുള്ള അവതരണവും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുള്ള കേൾപ്പിക്കലും ഒക്കെയായി അങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയാണ്. ഒരു മുസ്ലിം സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി നിർവഹിക്കേണ്ട ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ 5-ാമതായ ഇബാദത്തിൽ നിർബന്ധ ഘടകമാകുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. അവിടെയും നമുക്ക് കാണാം ഹജ്ജിന്റെ പല വേളകളിലും വിടവാങ്ങലിന്റെ വാക്കുകൾ സഹാബികളോട് പ്രവാചകൻ പങ്കുവെക്കുകയാണ്. ജംറത്തുൽ അഖബയിലെത്തി ഏറ് നടത്തുന്ന ജംറത്തുൽ അഖബയുടെ സമീപത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദൂ അന്നി ഖുദൂ മിന്നാ ഖുദൂ മനാസികകും, നിങ്ങൾ മൻസക്കുകൾ, ഹജ്ജിന്റെ ചര്യകൾ, അനുഷ്ഠാന മുറകൾ ഓരോന്നും എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണേ, കൃത്യമായി പഠിക്കണേ, പകർത്തണേ. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ലഅല്ലി തീർച്ചയായും ഞാൻ ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം നിങ്ങളുമായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതൊരു സൂചനയായിരുന്നു എന്നാണ്. അതേ വർഷം അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളിൽ ദുൽഹജ്ജ് 12-ന് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്ർ അയ്യാമുത്ത് തശ്രീഖിലെ ദുൽഹജ്ജ് 12-ന് അവതരിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, സൂറത്തുൽ തൗദീഅ്, സൂറത്തുൻ നഈ, പ്രവാചകന്റെ മരണം അറിയിക്കുന്ന അധ്യായം, പ്രവാചകന്റെ വിടവാങ്ങലിന്റെ അധ്യായം, വിജയത്തിന്റെ അധ്യായം, വിവിധ പേരുകളിൽ അറിയപ്പെട്ട അധ്യായത്തിന്റെ അവതരണം അതേ വർഷം അയ്യാമുത്ത് തശ്രീഖിൽ ഉണ്ടായി എന്ന്. അതേപോലെ പ്രവാചകൻ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജത്തുൽ വദാഅ്, ഖുതുബത്തുൽ വിദാഅ്, വിടവാങ്ങൽ ഭാഷണം നടത്തി അറഫയിൽ വെച്ചുകൊണ്ട്. അറഫയിൽ ആ ഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പ്രവാചകൻ 100,000-ൽ പരം സഹാബാ കിറാം അവരെ സാക്ഷിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വിശ്വാസികളെ, ഇസ്മഉ ഖൗലി, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണേ. ഫഇന്നി ലാ അദ്രി, എനിക്കറിയില്ല, ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ, ഈ ദിവസത്തിന് ശേഷം നിങ്ങളുമായി കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഫീ ഹാദൽ മൗഖിഫ്, ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് മേൽ പരസ്പരം പവിത്രമാക്കപ്പെട്ടതാണ്. ഇലാ അൻ തൽഖൂ റബ്ബക്കും, അതൊക്കെ നിങ്ങൾ റബ്ബിന്റെ സവിധത്തിൽ ബോധിപ്പിക്കേണ്ടതാണ്. കഹുറുമതി യൗമിക്കും ഹാദാ,
ഈ ദിനം പവിത്രമായതുപോലെ, വഫീ ശഹരിക്കും ഹാദാ, ഈ മാസം പവിത്രമായതുപോലെ, വഫീ ബലദിക്കും ഹാദാ, മക്കയാകുന്ന ഈ മണ്ണ് പവിത്രമായതുപോലെ, ദുൽഹജ്ജ് മാസം പവിത്രമാണ്, അറഫാ ദിനം പവിത്രമാണ്, മക്ക പവിത്രമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിടക്ക് നിങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തും പവിത്രമാണ് എന്ന് പ്രവാചകൻ അന്നേ അറിയിച്ചതാണ്. ഈ കാലുഷ്യം നിറഞ്ഞ കാലത്ത് എത്രമേൽ പ്രസക്തമാണ് പ്രവാചകന്റെ വിടവാങ്ങൽ ഭാഷണത്തിലെ വാചകങ്ങൾ. അഭിമാനം ക്ഷതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, രക്തചാലുകൾ തീർത്തുകൊണ്ടിരിക്കുമ്പോ, സമ്പത്ത് അന്യായമായി അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ അന്നേ ഈ ഉമ്മത്തിനോട് അല്ലയോ മനുഷ്യരെ എന്ന് പറഞ്ഞ് വിശ്വാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ലോകത്തിന് നൽകിയ സന്ദേശം, അതിന്റെ ആമുഖത്തിലും ഇനി നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാരോപദേശം നൽകുന്നത്. അവിടെയും പ്രവാചകൻ വിടവാങ്ങാനിരിക്കുകയാണ് എന്ന് ആ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെ തെരഞ്ഞെടുത്തു എന്ന് സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായി. عن أبي سعيد الخدري رضي الله عنه قال خطب رسول الله صلى الله عليه وسلم, പ്രവാചകൻ ഖുതുബ നടത്തി. ആ ഖുതുബയിൽ പ്രധാന പോയിന്റായി മർമ്മമായി ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ ഒരു സന്ദേശം പ്രവാചകൻ നൽകി. വഖാല ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു, തീർച്ചയായും ഒരടിമക്ക് അല്ലാഹു ഈ ദുനിയാവ് നൽകിയിരിക്കുന്നു, വബൈന മാ ഇൻദഹു, പടച്ച റബ്ബിന്റെ സവിധത്തിലുള്ളത് നൽകിയിരിക്കുകയാണ്. ഫഖ്താറ ദാലികൽ അബ്ദ്, എന്നാൽ ഒരടിമ ഇതാ സെലക്ഷൻ നടത്തിയിരിക്കുകയാണ്, ഒരടിമ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മാ ഇൻദല്ലാഹ്, മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത്, ഐഹികം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഒരടിമ. അബൂബക്കർ, ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാണ്. ഹജ്ജത്തുൽ വിദായിൽ നേരത്തെ പറഞ്ഞ പ്രവാചകന്റെ വിടവാങ്ങൽ ഭാഷണത്തിനിടക്ക് അറഫയിൽ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്ത് അവിടെയാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാം സൂക്തം അവതരിക്കപ്പെടുന്നത്. ആ അവതരണം ഉണ്ടായപ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പിന്നീട് വന്ന 2ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. സഹാബികൾ ചോദിച്ചെന്തിനാണ് കരയുന്നത് എന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അൽയൗമ അക്മൽതു ലക്കും, ദീന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പൂർത്തീകരണത്തിന് ശേഷം ഒരു സംഗതി പൂർത്തിയായാൽ പിന്നെ ന്യൂനതയാണ് വരാനുള്ളത്, പിന്നെ വിടവ് വരാനിരിക്കുകയാണ്, വിടവാങ്ങൽ വരാനിരിക്കുകയാണ്. പ്രവാചകന്റെ നിയോഗം ഈ ദീനിന്റെ പൂർത്തീകരണമാണ്. അമ്പിയാക്കളുടെ തുടർ ദൗത്യം ഏറ്റെടുത്ത് ഇനി വലിയൊരു വിടവിലേക്ക് പ്രവാചകന്റെ വിടവാങ്ങൽ വഴിമാറാനിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. ഈ സംസാരം പ്രവാചകന്റെ ഈ ഖുതുബ ശ്രവിച്ച് ഇതിലെ വാക്കിന്റെ അന്തരാർത്ഥം ആത്മാവ് തിരിച്ചറിഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫബകാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാണ്. ഫഅജിബ്ന, സഹാബികൾ പറയാ, ഫഅജിബ്ന ലിബുകായിഹി അൻ യുഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്യറ, പ്രവാചകൻ ഖുതുബയിലൂടെ സന്ദേശമായി ദുനിയാവിനപ്പുറം അനശ്വര ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ സവിധത്തിലെ സ്ഥാനം ഒരടിമ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠയുടെയും തസ്കിയത്തിന്റെയും ഭാഗമായി നൽകിയ സന്ദേശമല്ലേ എന്ന നിലക്കല്ല. അതിനെന്തിനാണ് സിദ്ദീഖുൽ അക്ബർ ഇങ്ങനെ പ്രത്യേകം കരയുന്നത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഹുവൽ മുഖയ്യർ, ആ തെരഞ്ഞെടുക്കപ്പെട്ട അടിമ എന്ന് പറയുന്നത്. അഥവാ പരലോകം സെലക്ഷൻ നടത്തിയ, അള്ളാഹുവിന്റെ സവിധത്തിലെ ഉന്നത പദവി ആഗ്രഹിച്ച, ദുനിയാവിൽ നിന്ന് വിട പറയാൻ കൊതിച്ച് പടച്ച റബ്ബിനെ കാത്തിരിക്കുന്ന അടിമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ആർക്ക് മനസ്സിലായി? സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായി. അങ്ങനെ ആ സഹാബികൾ പറഞ്ഞത് ഫഖാന അബൂബക്കർ അഅലമനാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ വിവിധ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സങ്കടം സഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല വിധത്തിലായി അറിയിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ഇനി പ്രവാചകന്റെ വേർപാടും ആ വേർപാടിന്റെ ദിനങ്ങളും ആ സമയത്ത് നൽകിയിട്ടുള്ള മരണത്തെ മുഖാമുഖം കണ്ട സമയത്തുള്ള നിമിഷങ്ങളും സാരോപദേശങ്ങളും വസിയത്തുകളും തീർച്ചയായും ചർച്ചക്കെടുക്കണം, പഠിക്കണം. ഈ ഉമ്മത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മാസം തികഞ്ഞ ആഘോഷ നിറവിലായിത്തീരുമ്പോ അതല്ല, പ്രമാണത്തിലും ചരിത്രത്തിലും ആയത്തിലും ഹദീസിലും വലിയ ചിന്തകൾ സമ്മാനിക്കുന്നത് പ്രവാചകന്റെ വേർപാടിലൂടെ ഈ ഉമ്മത്തിനും ലോകത്തിനും സംഭവിച്ച വലിയ നഷ്ടത്തെക്കുറിച്ചും ആ നഷ്ടം സംഭവിക്കുന്ന സമയത്ത് പ്രവാചകൻ നൽകിയിട്ടുള്ള വലിയ അർത്ഥവത്തായ ഉപദേശങ്ങളുമാണ് ഈ കാലത്ത് കൂടുതൽ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام وهو الذي أكرمنا بالقرآن الكريم والسنة المطهرة والصلاة والسلام على رسوله الكريم الأمين الأمي وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനി വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ മരണം വരെ പാലിക്കുന്ന, അതുവഴി ധർമ്മനിഷ്ഠ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്രാജ്യത്വ സയനിസ്റ്റ് വഞ്ചനക്ക് ലോകം പൊതുവെയും അറബ് സമൂഹം പ്രത്യേകിച്ചും വീണ്ടും വീണ്ടും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പലസ്തീനിലെ ഗസ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടി ഖത്തറിലെത്തിയിട്ടുള്ള ഹമാസ് സംഘം സന്ധി സംഭാഷണങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി സന്ധിക്കെത്തിയിട്ടുള്ള സംഘത്തെ വധിച്ചു കളയുവാനുള്ള നിഷ്ഠൂരമായ ശ്രമം നടത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും ഹീനവും വൃത്തികെട്ടവും ബുദ്ധിശൂന്യവുമായതാണ് ദൗത്യവാഹ സംഘത്തെ, സന്ധി സംഭാഷണ സംഘത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അതും മധ്യസ്ഥ രാഷ്ട്രം ഖത്തർ വലിയ റോൾ ഈ വിഷയത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യം ചെറുതാണെങ്കിലും ആഗോള അടിസ്ഥാനത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ഇത്തരത്തിലുള്ള മീഡിയേറ്റർ സംവിധാനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഗസ വിഷയത്തിലൊക്കെ ഒരുപാട് ശ്രമങ്ങൾ ആകും വിധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ എല്ലാ പരമാധികാരത്തെയും ചോദ്യം ചെയ്ത് അവിടേക്ക് അറ്റാക്ക് നടത്തുകയാണ്. അതല്ലെങ്കിൽ ഇതിന് സന്ധ്യ സംഭാഷണവും വെടിനിർത്തലിനും റെഡിയാണ് എന്ന് പറഞ്ഞ് ഹമാസിന്റെ സംഘത്തെ അവിടേക്ക് വിളിച്ചു വരുത്തുക, എന്നിട്ട് അതിനുള്ള ചർച്ചകൾ ഒരുക്കുക, ഖത്തറിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് കൊല്ലുവാനുള്ള പദ്ധതി നടത്തുക എന്ന് പറഞ്ഞാൽ എത്രമേൽ അത് ഹീനമാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ആരാണ് ഇസ്ലാമിക ഉമ്മത്തിനെ, ഈ ഭരണാധികാരികളെ, ഈ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുക എന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് ആലോചിക്കേണ്ട സമയമാണ്. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്നൊരു ചൊല്ലുണ്ട്. ആ കോലത്തിലാണ് ലോക പോലീസായി ചമയുന്ന അമേരിക്കയുടെ കയ്യിൽ താക്കോല് കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന വ്രതാ സ്വപ്നത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നാൽ ഇനിയും എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഉച്ചകോടിയൊക്കെ നടക്കാനിരിക്കുകയാണ്. അള്ളാഹു ആശാവഹമാക്കി തീർക്കുമാറാകട്ടെ. ഞായറും തിങ്കളും ഖത്തറിൽ വെച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ ഉച്ചകോടിയാണ്. നിർണായകമായ നിമിഷങ്ങളാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുന്നത് അമേരിക്ക എല്ലാ പ്രൊട്ടക്ഷനും ഏറ്റെടുത്താണ്. അങ്ങനെയാണല്ലോ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മൊത്ത പ്രൊട്ടക്ഷൻ കുത്തക അമേരിക്കയുടെ കയ്യിലാണ്. അത് ഖത്തർ മാത്രമല്ല, ഖത്തറിലെ അൽ ഹുദൈദിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ്മെന്റ്. 10,000-ത്തിലധികം സൈനികരെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോടികൾ ചെലവഴിച്ച് 60 ഏക്കറിൽ വിശാലമാണ്, 200ഓളം കിലോമീറ്റർ പടർന്നു കിടക്കുന്ന വലിയ സംവിധാനങ്ങൾ. ഖത്തറിൽ എന്ത് നടന്നാലും ആ അനക്കം അറിയാൻ പറ്റുന്ന സംവിധാനം അമേരിക്കയുടെ. എന്നിട്ടാണ് പ്രത്യേകമായിട്ടുള്ള വിമാനവേദ വാഹിനി വിമാനങ്ങളുമായി, മിസൈൽ വേദ വിമാനങ്ങളുമായിട്ട് 2000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇറാഖ് കടന്ന് സിറിയ കടന്ന് ഖത്തറിലെത്തി ഇന്ന പോയിന്റ് അത് ലക്ഷ്യം വെച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ടെക്നോളജി നമ്മൾ സമ്മതിക്കണം. പക്ഷെ ഇപ്പുറത്ത് ഈ സംരക്ഷണം ഏറ്റെടുത്ത മൗലയായി വലിയായി ചമയുന്ന അമേരിക്ക എന്തെടുക്കുകയായിരുന്നു എന്ന ചർച്ചയാണ് ആഗോള മീഡിയകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം സയനിസ്റ്റവും സാമ്രാജ്യത്വവും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും നിർവഹിക്കും എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണം. ഇനിയും ഇത്തരം ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫലസ്തീനിന്റെ ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്ക് എതിര് നിൽക്കുന്നത് ഇതേ സാമ്രാജ്യത്വ രാഷ്ട്രം അമേരിക്കയാണ്. അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു തരിമ്പും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകൾ എത്രയോ തവണ സ്വീകരിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് ഉച്ചകോടി അവിടെ കൂടിയാലും എവിടെ കൂടിയാലും, അതിനെ ആഗോളതലത്തിലായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും, ഇസ്ലാമിക ഉമ്മത്ത് എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മുടെ മൗലയും വലിയും ഭൗതികമായ നീക്കുപോക്കുകളും ആസൂത്രണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യവും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുതിയ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആലോചിക്കേണ്ടത് ഇസ്ലാമിക് ആത്മീയതയിലാണ് ജീവിക്കുന്നത്.
അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പുവരുത്താനുള്ള കണ്ടീഷനുകൾ പാലിക്കുക എന്ന പ്രാഥമിക മര്യാദ ഇനിയെങ്കിലും ഭരണാധികാരികൾ, അനുയായികളായാലും ഭരണാധികാരികളായാലും വിശ്വാസി സമൂഹം പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സഹായമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 160-ാമത്തെ ആയത്ത്, ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ ഒരാൾക്കും നിങ്ങളെ അതിജയിക്കാൻ സാധ്യമല്ല. വയ്യഖുദുൽക്കും, അല്ല നിങ്ങളെ നിന്ദിക്കാനാണോ തീരുമാനിക്കുന്നത് എങ്കിൽ ഫമൻദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, ആരുടെ കയ്യിൽ നിങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്താൽ സാധ്യമല്ല, സംരക്ഷിതമായി തീരുകയില്ല. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾ പടച്ച റബ്ബിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അടുത്ത ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദ് എന്ന അധ്യായത്തിലെ 7-ാം സൂക്തം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണ് എങ്കിൽ, എങ്ങനെ അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ വിധിവിലക്കുകൾ പാലിക്കണം, തൗഹീദും തവക്കുലും തസ്കിയത്തും തഖ്വിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലേ? അതാണ് ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണ് എങ്കിൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദം അതിന് പടച്ച റബ്ബ് സ്ഥൈര്യം നൽകും. അള്ളാന്റെ ആയത്താണ്, അള്ളാന്റെ വാഗ്ദാനം, ഇത് വെറുതെ പറഞ്ഞതല്ല. ഇതൊക്കെ ബദറും മുൻകാല ചരിത്രങ്ങളിലും പ്രവാചകന്മാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിലൊക്കെ അള്ളാഹ് പാലിച്ചതാ. എന്തേ പാലിക്കപ്പെടാതെ പോകുന്നത് എന്ന് ഇസ്ലാമിക ഉമ്മത്തും ഭരണാധികാരികളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഹിത്തീൻ യുദ്ധം നടക്കുക, ഹിത്തീൻ യുദ്ധം, ഇതേ മിമ്പറിൽ ഫലസ്തീൻ ചരിത്രത്തിന്റെ നാൾ വഴികൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് പടയാളികളിൽ നിന്ന് ഹിത്തീൻ എന്ന സ്ഥലത്ത് വെച്ച് പോരാടിയിട്ട് ബൈത്തുൽ മഖ്ദിസിനെ വിമോചിപ്പിച്ച യുദ്ധമാണ് ഹിത്തീൻ യുദ്ധം. അതിന്റെ ഒരുക്കം നടത്തുമ്പോൾ തലേ ദിവസം രാത്രി ടെന്റ് സന്ദർശിക്കുകയാണ് ഖൈമ. സലാഹുദ്ദീൻ അയ്യൂബി ടെന്റ് തഹജ്ജുദിന്റെ സമയത്ത് സന്ദർശിക്കുമ്പോൾ അവിടെ വിളക്ക് വെളിച്ചം കാണുന്നില്ല. പിറ്റേ ദിവസം പ്രഭാതായി സുബൈ കഴിഞ്ഞിട്ട് അനുയായികൾ ചോദിക്കുകയാണ്, പോരാട്ടം തുടങ്ങാറായില്ലേ? ആയിട്ടില്ല. ഞാൻ ഇന്നലെ മിഡ് നൈറ്റിൽ നിങ്ങളുടെ ടെന്റുകൾ സന്ദർശിച്ചിരുന്നു, അവിടെ വിളക്ക് ഞാൻ കണ്ടില്ല, വെളിച്ചം കണ്ടില്ല. അഥവാ തഹജ്ജുദ് നമസ്കരിക്കുന്നവരായി ഞാൻ നിങ്ങളെ കണ്ടിരുന്നില്ല. സലാഹുദ്ദീൻ അയ്യൂബി പറയാൻ, അള്ളാഹുമായുള്ള അലാഖത്ത് നിർണായകമായ ഘട്ടങ്ങളിൽ അത് നേടിയെടുക്കണമെങ്കിൽ അതിൽ തൗഹീദും തവക്കുലും ഇബാദത്തും ആരാധനയും സൽക്കർമ്മവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം. അങ്ങേയറ്റത്തെ വിനയമുണ്ടാകണം, ആസൂത്രണം ഉണ്ടാകണം. ഇത് ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ ബദറിലൊക്കെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എങ്ങനെ? അങ്ങനെ ആരാ പ്രാർത്ഥിക്കുന്നത്? ഏത് ഭരണാധികാരികൾ എവിടെയാ പ്രാർത്ഥിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എത്രയാ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ആമന റസൂൽ, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ സൂക്തം. ആ സൂക്തത്തിൽ ഇങ്ങനെ പറയാം, അള്ളാഹിനോട് ഉറങ്ങുന്ന സമയത്തും എല്ലാ നമസ്കാരത്തിന് ശേഷവും 5 വക്ത് നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യാൻ പ്രത്യേകമായ സുന്നത്താക്കപ്പെട്ട 2 സൂക്തങ്ങളിലെ അവസാന ഭാഗത്ത് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽനാ ഞങ്ങളെ നീ വഹിപ്പിക്കരുത്, മാ ലാ ത്വാഖത ലനാ ഞങ്ങൾക്ക് കഴിയാത്തത് വഹിപ്പിക്കരുത്. പടച്ച റബ്ബേ, നിന്റെ സഹായം, നിന്റെ സംരക്ഷണം, നിന്റെ സവിധത്തിന് തുറവി അത് ലഭിക്കാതിരിക്കാൻ പാകത്തിൽ വല്ല തെറ്റുകുറ്റ അധർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ വഅഫു അന്നാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം, വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം, വർഹംനാ ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണം, അൻത മൗലാനാ വലിയും മൗലയും അമേരിക്കല്ല, സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങളല്ല, അൻത മൗലാനാ ഇതാണ് ഒരു മുസ്ലിം, ഒരു സിംഗിൾ മുസ്ലിം ഏത് പ്രൊഫഷനിലായിരിക്കട്ടെ അവൻ പറയേണ്ടത് അൻത മൗലാനാ, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ മൗല, നീയാണ് ഞങ്ങളുടെ യജമാനൻ, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത്രമേൽ അന്യായം, ഇത്രമേൽ അതിക്രമം, നിഷ്ഠൂരമായ കൊലപാതകം, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നടക്കി സമാധാനമുള്ള മണ്ണിലേക്ക് വരെ അവരുടെ ദ്രംഷ്ടകൾ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റബ്ബേ, നീയല്ലാതെ ഒരു വലിയ ഞങ്ങൾക്കില്ല, നീയല്ലാതെ ഒരു മൗല ഞങ്ങൾക്കില്ല. ഇത് പറയണ്ടേ നമ്മൾ? ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ നമ്മൾ? മനമൊരുക്കി തേടണ്ടേ നമ്മൾ? അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അള്ളാഹ് പരിഗണിക്കൂലേ? പരിഗണിക്കാൻ പാകത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി തന്റെ കീഴിലുള്ള പടയാളികളെ ഒബ്സർവ് നടത്തി അവരുടെ ഇസ്ലാമീയത്തിന്റെ ഗുണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. പിറ്റേ ദിവസം തഹജ്ജുദ് നിസ്കരിച്ചു, പിന്നെയാണ് പോരാടിയിട്ട് ബൈത്തുൽ മഖ്ദിസ് വിമോചിപ്പിച്ചത് എന്നാണ്. ചരിത്രത്തിലെ നിർണായക നാളുവഴികളിലുള്ളതൊക്കെ പോരാട്ടങ്ങളൊക്കെ പിടിച്ചു നിൽക്കലൊക്കെ ഇസ്ലാമീയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതല്ലാത്ത ഏത് കരുക്കൾ നീക്കാൻ വേണ്ടി ആര് എവിടെ കൂടിയാലും ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഇനിയും ഇതങ്ങനെ അപങ്കരം തുടരും. അള്ളാഹുവിന്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഇൻ തൻസുറുല്ലാഹ്, അള്ളാഹുവുമായിട്ട് ഇടപഴകുമ്പോഴാണ്
അള്ളാന്റെ ഇടപെടൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ വകയുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ, സംരക്ഷിക്കുമാറാകട്ടെ. ഭയചകിതമായ അന്തരീക്ഷങ്ങളെ അള്ളാഹുവെ നീ അതിൽ നിന്ന് തുറവി പ്രദാനം ചെയ്യണമേ നാഥ.